രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് തയ്യാറാക്കണമെന്ന് വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. 1 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് തേങ്ങയും ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. സാധാരണ ഗോതമ്പ് മാവ് വെള്ളത്തിൽ കലക്കി ദോശ ചുട്ടാൽ അത്ര ടേസ്റ്റ് കിട്ടാറില്ല. ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ ബൗള് ഗോതമ്പ് പൊടിയും 1 ബൗള് തേങ്ങയുമാണ്, ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനെ മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് സ്പൂണിട്ട് ഇളക്കി നോക്കുക. വെള്ളം മതിയായില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഞാനിവിടെ 2-2.5 ഗ്ലാസ് വെള്ളമാണ് ആദ്യം ഒഴിച്ചതിന് ശേഷം അതൊന്നും കൂടി സ്പൂണിട്ട് നന്നായിട്ട് ഇളക്കി നോക്കുക. വെള്ളം മതിയൊന്ന് പോരെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഇളക്കുക. ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു 3/4 സ്പൂണ് ഉപ്പും കൂടെ ഇതിലേക്ക് ഇടുക. ഇട്ട് ജാർ അടച്ചു വെച്ചതിന് ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ലൂസ് വെള്ളം പോരെന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒഴിക്കുക. നല്ല ലൂസായിട്ട് ഇരിക്കണം, എങ്കിൽ മാത്രമേ ദോശ ചുട്ടാൽ നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുള്ളൂ. വെള്ളം കുറഞ്ഞു പോയാൽ വളരെ കട്ടിയായിട്ടുള്ള ദോശ അത് ഒട്ടും ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് അതിന് ലൂസാക്കുക വെള്ളം ഒഴിച്ച്. അതിന് ശേഷം ഇവിടെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിന് ശേഷം ഒരു ദോശ പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അത് നല്ല ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ചതിന് ശേഷം മാവ് തവിയിലേക്ക് കോരി ഒഴിച്ച് നല്ല വലുപ്പത്തിൽ പരത്തുക. അതിൻ്റെ മീതെ നെയ്യോ വെളിച്ചെണ്ണയോ അതിൻ്റെ മീതെ തൂവിക്കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തൂവിക്കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം അതിനെ മറിച്ചിടുക. ചൂടോടെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ഇതിൻ്റെ കൂടെ മുളക് ചമ്മന്തിയോ ചട്നിയോ എന്താണെന്ന് വെച്ചാൽ അതും കൂട്ടി കഴിക്കും. ബാക്കിയുള്ള മാവും ഇതുപോലെ ദോശ ചുട്ട് എടുക്കുക.
ഈ സിമ്പിൾ റെസിപ്പി നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.